Hey, how's it going? I'm Dismaya. Welcome to Soul Mango Pickle. ഒരു കോംപ്ലിക്കേറ്റഡ് വർഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ പുതുവത്സരം പ്രതീക്ഷകളുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ എല്ലാവർക്കും സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ന്യൂ ഇയർ അല്ലേ, അപ്പം ന്യൂ ഇയർ സ്പെഷ്യൽ ആയാലോ? ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഡിഷായിട്ടാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനും കുബൂസും ആണ്. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 6 വലിയ ലെഗ് പീസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്, തൈര് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സവാള 1, തക്കാളി 1, നാരങ്ങ 1/2 മുറി, പച്ചമുളക് 2, മല്ലിയില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മൈദ 1 കിലോഗ്രാം, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, ഇളം ചൂടുള്ള പാൽ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, റെഡ് ഫുഡ് കളർ 1/4 ടീസ്പൂൺ, ഓപ്ഷണലാണ്. അപ്പം ഞാനിവിടെ ചിക്കൻ്റെ 6 വലിയ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചിക്കനിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചിക്കനിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. അതും ചിക്കനിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കൂട്ടും ഒരുമിച്ച് ചിക്കനിലേക്ക് ചേർക്കാത്തത് നമ്മളിടുന്ന ഓരോ കൂട്ടും ചിക്കനിലേക്ക് നല്ലോണം പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോന്നോരോന്നായി ചേർക്കുമ്പോൾ നല്ലോണം ചിക്കനിലേക്ക് എല്ലായിടത്തും നമ്മുടെ കൂട്ട് മിക്സായി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർക്കുവാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇത് ചേർക്കണ്ട, ഓപ്ഷണലാണ്. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഞാൻ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റ് നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 മുറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളും നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ എല്ലായിടത്തും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്കിനി ചിക്കന് വേണ്ട അടുത്ത സെറ്റ് മസാലക്കൂട്ട് റെഡിയാക്കാം. ഇതിനായി ഒരു മിക്സിയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. മസാലയ്ക്ക് ഒരു ഇച്ചിരി ഉപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ എല്ലായിടത്തും നല്ലോണം പിടിക്കുന്ന രീതി നമുക്ക് പുരട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നല്ലോണം ചിക്കനിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കുബൂസിന് വേണ്ട മാവ് തയ്യാറാക്കാം.
ഇതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് വെക്കണം ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി. ഇനി നമുക്ക് കുബൂസിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം. അതിനായി ഞങ്ങളിവിടെ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത്. നിങ്ങളുടെ ആവശ്യാനുസരണം മൈദയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമ്മയാട്ടോ. ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒന്ന് കുഴയ്ക്കാൻ സഹായിച്ചു. അങ്ങനെ കുഞ്ഞുമ്മ ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്, അല്ലാതെ ഏത് വേണമെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അങ്ങനെ മാവ് ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. അങ്ങനെ കുഞ്ഞമ്മ അടിപൊളിയായിട്ട് നമ്മുടെ കുബൂസിന് വേണ്ട മാവ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ തിരക്ക് ഞാൻ ചെറുതായിട്ടങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഓടി വന്നു. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് തൂവി കൊടുക്കുകയാണ്. എല്ലായിടത്തും നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിതുപോലൊരു വെള്ള തുണി നനച്ചത് മാവിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നല്ലോണം പൊങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ലിന് വേണ്ട സെറ്റപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 4 വലിയ കട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അടുപ്പ് പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കോട്ട് നമുക്ക് കനലുണ്ടാക്കാം. ചാർക്കോളൊക്കെ വെളിയിൽ മേടിക്കാൻ കിട്ടും. ബട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ. അപ്പം വീട്ടിലുള്ള ചിരട്ടയൊക്കെ ഇതുപോലെ എടുത്തിട്ട് അങ്ങ് കത്തിച്ചാൽ മതി. നമുക്ക് കനലുണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഗ്രില്ലിന് വേണ്ട സെറ്റപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ കനലൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് 2 മണിക്കൂറായിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ചിക്കനായിട്ട് നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ സൈഡിലോട്ടും ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചിക്കൻ വെന്തോന്ന് നോക്കണമെങ്കിൽ ഇടയ്ക്ക് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കുത്തി നോക്കിയാൽ മതി. വെന്തിട്ടില്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ആ ഒരു പ്രത്യേക മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത്ര നല്ല അടിപൊളി മണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പപ്പിക്കുട്ടികളുണ്ട്. അവരിവിടെ ഇപ്പോഴേ ബഹളം തുടങ്ങി. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഓരോന്നോരോന്നായി പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. കരിഞ്ഞു പോയെന്നൊന്നും ആരും വിചാരിക്കില്ലേ. അത് ആ ലൈറ്റ് ഷാഡോയുടെ ഒക്കെ കൊണ്ടായിരിക്കും ആ കളർ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ നല്ല അടിപൊളി കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് നല്ലോണം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേണ്ട ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ്. നല്ല അടിപൊളി റെഡ് കളറായിട്ട് വന്നിട്ടില്ലേ. അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് തയ്യാറാക്കാം. അങ്ങനെ ഇവിടെ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ കുബൂസിൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുബൂസിന് വേണ്ട മാവ് നല്ലോണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആക്കാൻ വേണ്ടി ഈ മാവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും നമുക്ക് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ മൈദ എടുത്തത്. അപ്പോൾ എനിക്ക് 28 ബോൾസ് കിട്ടി. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. ഇനി നമുക്ക് ഓരോരോ ബോൾസ് പരത്തിയെടുക്കാം. എല്ലാ ബോൾസും കൂടെ പരത്തിയെടുക്കുന്ന എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനിവിടെ 6 ബോൾസ് എടുത്തിട്ടുണ്ട്. ഈ 6 ബോൾസും നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പൊടി ഇട്ട് പരത്തരുത്. ആ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇങ്ങനെ വെതറി കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിലിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് കട്ടി കൂടാനും പാടില്ല, ഒരുപാട് കട്ടി കുറയാനും പാടില്ല. ഒരു മീഡിയം രീതിയിൽ പരത്തിയെടുക്കണം ഇതുപോലെ. ഇനി നമുക്ക് 6 ബോൾസ് ഇങ്ങനെ പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ 6 ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോരോ കുബൂസ് ഇട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും പൊങ്ങി വരുമ്പോൾ ആ പൊങ്ങി വരുന്ന സ്ഥലത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുബൂസ് ഫുൾക്ക പോലെ പൊങ്ങി വരും. അങ്ങനെ നമുക്ക് 6 കുബൂസും ചുട്ടെടുക്കാം. ഞാനിവിടെ 6 കുബൂസും ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രിൽഡ് ചിക്കനും കുബൂസും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ സൈഡിൽ മയോണൈസും ടൊമാറ്റോ പേസ്റ്റും വെച്ചിട്ടുണ്ട്. ഞാൻ മയോണൈസും ടൊമാറ്റോ പേസ്റ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. എല്ലാം കൂടെ കാണിച്ച വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗ്രിൽഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഒട്ടും വ്യത്യാസം നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെളിയിൽ നിന്നൊക്കെ പോയി മേടിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ എല്ലാവരും ചേർന്ന് തയ്യാറാക്കുകയാണെങ്കിൽ അതൊരു രസമാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റും കിട്ടും. ന്യൂ ഇയർ എല്ലാവരുടെയും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാനും പറ്റും. നല്ല അടിപൊളി ആഹാരം കിട്ടുമ്പോൾ വയറ് നിറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് 2021 കാണാം. അടുത്ത വർഷം നമുക്ക് നല്ലൊരു വർഷം ആവണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ. ബൈ.